ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? നമ്മുടെ നാട്ടിലിപ്പോൾ 2-3 ദിവസമായിട്ട് ഷിംജിത മുസ്തഫ ബസ് ഇഷ്യൂ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കളിയാണ്. എവിടെ നോക്കിയാലും സത്യം പറഞ്ഞാൽ അത് കേട്ട് കേട്ട് ജനങ്ങൾക്ക് തന്നെ മടുപ്പ് നല്ലോണം തുടങ്ങിയിരിക്കണു. പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോയില് അതായത് മിനിഞ്ഞാന്ന് നടന്നത് എത്ര വലിയ തെറ്റാണ്, ചിന്തിക്കാതെ ചെയ്ത തെറ്റാണെന്നുള്ളതിന് ഉണ്ടായ ഒരു അനുഭവം ഒരാൾ പങ്കുവെച്ചതാണ്. ആ വീഡിയോ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ അതൊന്ന് കാണി. ഇന്നലെ രാത്രി കുട്ടിയത്ത് നിന്ന് കൊല്ലത്തേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്ത ഒരു സ്ത്രീ, സമീപ സീറ്റിലിരുന്ന് യാത്ര ചെയ്ത ഒരു മനുഷ്യൻ കാണിച്ച നഗ്നതാ പ്രദർശനവും ലൈംഗിക വൈകൃതവും വ്യക്തമാക്കുന്ന ദൃശ്യം അത് പകർത്തി അത് ഞങ്ങൾക്ക് അയച്ചു തന്നു. പൂർണ്ണമായും നിങ്ങളെ അത് കാണിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ആ വൈകൃതം കാണിച്ച മനുഷ്യന്റെ മുഖം അതിൽ വ്യക്തമാണ്. രാത്രി യാത്ര ചെയ്ത ഒരു സ്ത്രീക്ക് ബസ്സിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നുണ്ടായ അപമാനകരമായ കാഴ്ചയാണ്. ഈ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യാത്രക്കാരിയായ സ്ത്രീ. അവർ നമ്മളോടൊപ്പം തത്സമയമുണ്ട്. ഏത് ബസ്സിലാണ്, എപ്പോഴായിരുന്നു ഈ സംഭവം എന്ന് പറയും? ഇത് കൊല്ലത്ത് നടന്നൊരു സംഭവമാണ്. എന്തായാലും ഇപ്പൊ അവര് ചെയ്തത് എന്താ അറിയോ? ഡയറക്റ്റ് അത് എല്ലാം പകർത്തി. അയാൾ 100% തെറ്റുകാരനാണ്. അത് വീഡിയോനകത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് പോലും അത് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യാണ്ട് നേരെ അതിന്റെ നടപടി എങ്ങനെയൊക്കെയാണോ, ഇയാൾക്ക് എന്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് ഇപ്പൊ ആ സ്ത്രീ നിൽക്കുന്നത്. ഒരു പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ സ്ത്രീ ചെയ്യുക എന്തായിരുന്നു? അത് എടുത്ത് പബ്ലിക്കിൽ ഇടായിരുന്നു. ഇപ്പൊ ഈ ഷിംജിത എന്ന് പറയുന്ന പെണ്ണ്, ഇവളെ കുറിച്ചിട്ട് അവളുടെ നാട്ടുകാരിയായ ഒരാൾ എന്നോട് പറഞ്ഞൊരു വിഷയമാണ്. എന്തറിയോ? ഇവള് ഗൾഫിലായിരുന്നു അധികകാലം. അതിനുശേഷം നാട്ടിൽ വന്നു. അവളൊരു വാർഡ് മെമ്പറൊക്കെ ആയിട്ട് മുസ്ലിം ലീഗിൽ തന്നെ വാർഡ് മെമ്പറായി നിന്ന് അതിന് ജയിച്ച് അങ്ങനെ വീണ്ടും ഇടയ്ക്ക് വെച്ച് ഗൾഫിക്കൊന്ന് പോയി. ആ ഗൾഫ് പോയതിനു ശേഷം അവിടുന്ന് അവള് കുറച്ച് റീൽസും വീഡിയോ ഒക്കെ ഇടുന്നത് കണ്ടിട്ട് ആ വോട്ട് ചെയ്ത വാർഡിലെ അംഗങ്ങൾ തന്നെ ആകെ നെട്ടിപ്പോയി എന്നാ പറയുന്നത്. അവളെ തിരിച്ചു ഇങ്ങോട്ട് വിളിപ്പിച്ച് രാജി വെപ്പിക്കണം, ഇതിന്ന് ഈ മെമ്പർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്വന്തം പാർട്ടിയിൽ തന്നെ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ നേരിട്ട ഒരു പെണ്ണും കൂടിയാണ് ഈ ഷിംജിത. ഇതിന്റെ പ്രശ്നം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് അവളെന്നെ സ്വയം മറ്റുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് കളിച്ച ഒരു കളിയാണിത്. ഇത് സംഗതി പാളിയതാ. അവളുടെ ചിന്തയിലും അവളുടെ പ്ലാനിങ്ങിലും ഒതുങ്ങിയില്ല കാര്യങ്ങളൊന്നും. കാരണം ഇവളുടെ കുടുംബത്തിൽ നിന്നായാലും ഇവളുടെ നാട്ടിൽ നിന്നായാലും പലരും ഇവളോട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്തിരിക്കണു, നീ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങ്, പടച്ചോന്ന് പറയുന്ന ഒരാളുണ്ട്, അപ്പൊ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങ്. ഒരുപാട് ഒരു പെണ്ണാണ്, ഒരു പരിധി ഉണ്ട്, ലിമിറ്റ് ഉണ്ട് എന്നുള്ളത്. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മളിപ്പോ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്താ പെണ്ണിനെ അങ്ങനെ ചെയ്തുകൂടെ, അതല്ലെങ്കിൽ പെണ്ണിന് ഇങ്ങനെ ചെയ്തുകൂടെ, എന്താ പെണ്ണ് ചെയ്താ പറ്റില്ലേ, പുളിക്കോ എന്നുള്ള അങ്ങനത്തെ ഒക്കെ സംസാരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലേ നടക്കുള്ളൂ. പക്ഷെ എത്ര വലിയ മോശം പെണ്ണാണ്, എത്ര വലിയ ബോൾഡായിട്ടുള്ള പെണ്ണാണെങ്കിലും സ്വന്തം കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടാവും, ഒക്കെ പാകത്തിന് മതി, ഓവർ ആവണ്ട, മറ്റുള്ളവരെ കൊണ്ട് അതും പറയിപ്പിക്കണ്ട, ജനിപ്പിച്ച വാപ്പാക്കും ഉമ്മാക്കും ഒരു ചീത്തപ്പേര് ഉണ്ടാക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിനെ മറികടന്നിട്ട് എവളാണോ ചെയ്യുന്നത് അവളാണ് ഇന്നത്തെ സ്റ്റാർ. അതാണ് ഇപ്പോ നമ്മുടെ ഒരു സൊസൈറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും അല്ല കേട്ടോ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാ പെണ്ണുങ്ങളെയും പറയുന്നത്, ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ ഭാര്യ, ഉമ്മ, പെങ്ങന്മാര്, എനിക്ക് 2 പെൺമക്കളാണ്. അപ്പൊ ഞാൻ എങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും പറയാ? ഒരിക്കലും എല്ലാ പെണ്ണുങ്ങളെയല്ല പറയുന്നത്. ഈ റീച്ചിനും ലൈക്കിനും വേണ്ടിയിട്ട് എന്ത് തോന്നിവാസം കാണിക്കാനും അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഒക്കെ റെഡി ആയിട്ടുള്ള ആളുകളാണ് ഇന്ന്. അതിനെന്ത് ചെയ്യാൻ പറ്റുമോ അത് ആര് കണ്ടോ കണ്ടില്ലേ, നോ പ്രോബ്ലം. പ്രത്യേകിച്ചിട്ട് ഈ മുസ്ലിം വിഭാഗത്തിന് കുറച്ച് അധികമായിട്ടുണ്ട്. ഇവരൊക്കെ വലിയ ബോൾഡാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും റീൽസ് ചെയ്യാനും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഡാൻസ് കളിക്കാനൊക്കെ. ഇനി അഥവാ ഇതെന്തെങ്കിലും മൗലിയന്മാരോ ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും ഏറ്റവും ബുദ്ധിയില്ലാത്തവരും മോശപ്പെട്ടവരും. ഇതെന്തിനാ പറയുന്ന അറിയോ? ഒരുപാട് അത് ഏത് മതമായിക്കോട്ടെ, ഇപ്പൊ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ആരായിക്കോട്ടെ, ഇവിടെ മതം പറയൊന്നുമല്ല. പക്ഷെ സ്വന്തം വീട്ടുകാർക്ക് അതല്ലെങ്കിൽ കൂടപ്പറപ്പിങ്ങൾക്ക്, വാപ്പാർക്ക്, ഇവർക്കൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം പെങ്ങളെ അതല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മോളുടെ ഒരു റീല് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു. മനസ്സിലായോ? അത് നിങ്ങൾ എത്ര ബോൾഡായിട്ടുള്ള ഒരു പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല. ഒരാങ്ങളക്കോ ഒരു ഭർത്താവിനോ ഒരു വാപ്പാക്കോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം ചോരയുടെ വീഡിയോ കാണാൻ കഴിയുന്നില്ലേ, നിങ്ങളവിടെ ഫൈൽഡാണ്.
അത് 100% ഉറപ്പാണ്. നിങ്ങൾ ഇനിയിപ്പോൾ അമേരിക്കയിൽ ജനിച്ചു എന്ന് പറഞ്ഞാലും ശരി, എവിടെ ജനിച്ചു എന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ നാടിനൊരു കൾച്ചറുണ്ട്. ആ കൾച്ചർ വിട്ട് ലിമിറ്റ് കഴിഞ്ഞിട്ടും അതിലപ്പുറത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലും ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ ആളെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വലിച്ചു കീറും. അതിനായി കുറച്ച് പെൺകുട്ടികളുണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്യാനൊരു വിഭാഗമുണ്ട്. ഇപ്പൊ ഈ ഷിംജിതനെ സപ്പോർട്ട് ചെയ്യുന്ന ആളങ്ങൾ കണ്ടുക്കണോ? ഇല്ലല്ലോ. ഇതിനെ ആണുണ്ട് പെണ്ണുണ്ട്. ഏത് ഇവളെ സപ്പോർട്ട് ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നിടത്തോ നമ്മൾ സംസാരിക്കുന്നിടത്തോ എന്തെങ്കിലും ഒരു നേരുന്നെറി അതാദ്യം നമ്മൾ കാണണം. എന്നാലേ നമുക്ക് സമൂഹത്തിനോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ വന്ന് ഇരുന്ന് പറയാൻ കഴിയുള്ളൂ. ഇതിപ്പോ എന്താ, അവള് പെണ്ണല്ലേ, അവളും ഇതുപോലെ ഇനി ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നവരോടാ പറയുന്നത്, ഇവളോട് മര്യാദക്കും അതിലപ്പുറം പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും വേണ്ടാന്ന്. ഇവള് സർക്കാരിനെ വിമർശിച്ചിട്ട് അതല്ലെങ്കിൽ അധികാരികളെ വിമർശിച്ചിട്ട്, ഇപ്പൊ ഞാൻ അവളുടെ ഒരു വീഡിയോ കണ്ടു. അവള് കാറിൽ ഇരുന്നിട്ട് അവള് പറയാ, എന്താ ഇത്, കുഴിയപ്പോ, എന്താണിത്, എന്താ ഇത്രയും. അപ്പൊ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവള് സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ലക്ഷ്യം. അതിന് കൈയടിക്കാനും ഉണ്ട്. അതിപ്പോ ഏത് പാർട്ടി ആയിക്കോട്ടെ. ഒന്നാമത് അവളൊരു മെമ്പറൊക്കെയായി നിൽക്കുന്ന ഒരു പെണ്ണാണ്. അപ്പൊ ലീഗല്ലേ, അപ്പൊ അവരെയും കൂടി ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ സർക്കാരിനെ ഒന്ന് വിമർശിച്ചിട്ടൊക്കെ ഇട്ടതാണ്. പക്ഷെ ഇതൊക്കെ മെനയായത് അവൾക്ക് എപ്പോഴറിയോ? അവൾ ഇങ്ങനെ കുടുങ്ങിയോടുകൂടെ സ്വന്തം പാർട്ടിയില്ല, അടുത്ത പാർട്ടിയില്ല. അവളെ എന്താ പറയാ, ഈ നന്നാവ്, ഇങ്ങനെ ആവല്ലേ, കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്, മറ്റുള്ളവരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നവരൊക്കെ കൈയൊഴിഞ്ഞു. ഇവളിത് എന്താ വിചാരിച്ചറിയോ? സിമ്പിളായി പറഞ്ഞ, ഇത് എടുക്കുക, പിന്നെ ബസ്സിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയുക. അപ്പൊ എന്താ, ഒരു വാർഡ് മെമ്പറും കൂടിയാണല്ലോ. ഇവളെ ഇതൊരു ചർച്ചയാവുന്ന സമയത്ത് ഇവള് ന്യൂസ് ചാനലുകളിൽ കൂടെ അങ്ങനെ പോവും. ഇവള് പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. എന്തിനാണ് ഇങ്ങനത്തെ ആണുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചിന്താഗതി? പെണ്ണല്ലേ, പെണ്ണിനെ എവിടെയും ഇറങ്ങി നടക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൂടി സ്റ്റാർ ആവണം കൂട്ടത്തിലോ. ഇവളൊന്നും കൂടി ഫേമസ് ആവണം, അതിലുപരി എല്ലാരും ഒന്ന് കൈയടിക്കണം. ഇതൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാ. പക്ഷെ പടച്ചോന്റെ പ്ലാൻ ഇതൊന്നും അല്ലായിരുന്നു. സെക്കൻഡുകൾ കൊണ്ടാണ് മാറി. നോക്കി, ഇന്ന് അതിൽ ഈ വീഡിയോക്കകത്ത് ഒന്നുമില്ല. ആൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യത്തിനോ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്തു പോയപ്പോ എന്തായി, ജനം മൊത്തം ഇളകി. ഓൾക്ക് വാണ്ട ഒരു അക്ഷരം ഉണ്ടാന് പിന്നെ അവൾക്ക് അവസരമില്ല. ഇപ്പൊ ആളെ ഒളിവില. ഇവൾക്ക് ഇപ്പൊ ഇവളുടെ പേരിൽ ചാർത്തിരിക്കണ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വർഷം തടവും അവളുടെ സ്വത്തുക്കൾ കണ്ടെത്തലും ഒക്കെയാണ്. കാരണം അവൾ വിദേശത്താവുകൊണ്ട് മുങ്ങാൻ സാധ്യത ഏറെ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എയർപോർട്ടുകൾ വരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. എന്താണ് അപ്പൊ അതാ പറയണേ, ചില പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിക്കുന്നിടത്തോ നമ്മൾ വിചാരിക്കുന്നിടത്തോ നിൽക്കൂല. കയ്യിൽ നിന്ന് പോയാൽ പിന്നെ അത് തിരിച്ചെടുക്കാനും കഴിയൂല. ഇത് ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പൊ പരിധി വിട്ടിട്ടുള്ള കുറെ കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ എല്ലാം നമ്മളെ കൊണ്ടൊന്നും നിർത്താൻ കഴിയൂല. പക്ഷെ എന്ത് പരിപാടി നിങ്ങൾ ചെയ്യുമ്പോഴും ഇത് നിങ്ങളുടെ പ്ലാനോ നിങ്ങളുടെ ചിന്തയിൽ നിൽക്കുന്നതോ ആയിട്ട് നിങ്ങൾ ഒരിക്കലും സങ്കല്പിക്കരുത്. സെക്കൻഡുകൾ കൊണ്ട് ഇത് മാറും. അതായത് ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞ പോലെ സെക്കൻഡുകൾ കൊണ്ടാണ് അവള് വിചാരിക്കാത്തൊരു ലൈഫിലേക്ക് അവള് പോയത്. ഇപ്പൊ എന്തായി? അവസാനം പിടി വീഴും, അതിൽ ഒരു സംശയവും. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിഫിക്കേഷനും വേണം. അതല്ലെങ്കിൽ ഉണ്ടല്ലോ പിടിച്ചാ കിട്ടൂല. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുന്നൊന്നും ഒരിക്കലും വിചാരിക്കണ്ട. ഈ ചൂടൊന്നും കഴിയട്ടെ, അടുത്ത സിംജിത വരും, കൺട്രോൾ കൊണ്ടും ഉറപ്പായിട്ടും വരും. കാരണം എന്താ, ജനം പഠിക്കൂല. ഇത് ഓരോ ദിവസം പുതിയത് വരുമ്പോ പഴയത് മറന്നു പോവുകയാണ്. മനസ്സിലായോ? അത് കാരണമാണ് പിന്നെ ഓരോ കുണ്ടുക്ക് ചാടുന്നത്. ഇത് കുറെ ആളുകൾക്കുള്ളൊരു പാടാണ്. അവളുടെയൊക്കെ വീഡിയോസ്, ഗൾഫിൽ നിന്നിട്ടുള്ള വീഡിയോസും ബ്രേക്ക് ഡാൻസും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അവളൊക്കെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതാന്ന് തന്നെ സംശയമാണ്. അത്രയ്ക്ക് വൾഗർ. അതായത് അവള് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള കുട്ടിയല്ലേ. അപ്പൊ അവൾക്ക് അതൊക്കെ ചെയ്യാലോ. പോരാത്തിന് വാർഡിൽ നിന്ന് ജയിക്കും ചെയ്തു. അങ്ങനെ എല്ലാ തരത്തിലും കേറി പോകുന്നു. അവള് വിചാരിച്ചത് ഇതിന്റെ ഫൈനല് അവള് കുറെ മാധ്യമങ്ങളിലൂടെയും ന്യൂസ് ചാനലിലൂടെയൊക്കെ നിറഞ്ഞു നിൽക്കും, കരുത്തുറ്റ പെണ്ണെന്നൊക്കെ വിചാരിച്ച് നിന്നതാ. പക്ഷെ ഇത്രയും മനക്കെട്ടില്ലാത്തൊരു മനുഷ്യനായിരുന്നു ഇതിലെ ഇരയായത്. ആ ആളെന്ത് ചെയ്തു? എല്ലാത്തിനും ഒറ്റ സ്റ്റോപ്പ് ഇട്ടു. അയാളുടെ ലൈഫ് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇപ്പൊ എന്തായി? ഇവൾക്കിപ്പോ ലൈഫ് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാണ്ട് അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇനി പ്രത്യേകിച്ചിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പോ എന്ന് പറഞ്ഞാൽ അവളെ കണ്ട കാർക്കിച്ച് തുപ്പുന്ന രൂപത്തിലെത്തിപ്പെട്ടിരിക്കുന്നു മൊത്തത്തില് അവളുടെ ലൈഫ്. ഇപ്പൊ അവള് ജീവിക്കുന്നേന്നുള്ളൂ. എന്തിനാന്ന് അവളോട് ചോദിച്ചാൽ അവൾക്ക് പോലും അറിയില്ല. അവള് വിചാരിക്കുന്നുണ്ടാവും, എന്റെ ലൈഫിൽ ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു ദിവസമായിരുന്നു ആ ബസ്സിൽ ഞാൻ ക്യാമറ ഓൺ ആക്കിയത് എന്നുള്ളത്. സ്വന്തം വീട്ടുകാർ പോലും കൈയൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു
അവസ്ഥയിലാണ് ഇപ്പൊ ആ പെണ്ണ് നിൽക്കുന്നത്. ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നഷ്ടപ്പെട്ടത് ആ വീട്ടുകാർക്കാണ്, പോയത് ഇവളുടെ ലൈഫാണ്. രണ്ടും ഇവൾ ഉണ്ടാക്കിയ ഒരു നേരം പോക്ക് മാത്രമായിരുന്നു എന്നോർക്കുമ്പോഴാണ് സങ്കടം. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഓക്കെ, ബൈ.